വിനോദസഞ്ചാര മേഖലയിൽ പുതിയ പദ്ധതിയുമായി ഒമാൻ. ഇന്ത്യക്കാരെ ആകർഷിക്കാനായി വളരെ കുറഞ്ഞ നിരക്കിൽ ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് ഒമാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെറും 5 റിയാലിന്, അതായത് ഏകദേശം 1000 രൂപയ്ക്കാണ് ഇന്ത്യക്കാർക്ക് 10 ദിവസത്തെ ടൂറിസ്റ്റ് വിസ ഒമാൻ വാഗ്ദാനം ചെയ്യുന്നത്. ആകർഷകമായ നിരവധി വാഗ്ദാനങ്ങളാണ് ഒമാൻ ടൂറിസ്റ്റ് മന്ത്രാലയം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ, 3 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള വിമാനയാത്ര, കുറഞ്ഞ നിരക്കിലെ താമസം, പൈതൃക കേന്ദ്രങ്ങൾ, ബീച്ചുകൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി ഒമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഒമാനിലേക്ക് വെറും 2.5 മണിക്കൂർ യാത്ര മാത്രമാണുള്ളത്. പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒമാൻ ടൂറിസം മന്ത്രാലയം ഇന്ത്യൻ നഗരങ്ങളിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലാണ് ക്യാമ്പയിൻ നടത്തിയത്. നിരവധി ഇന്ത്യൻ കമ്പനികളും ഒമാനിൽ നിന്നുള്ള 200-ലേറെ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനങ്ങളും ഇതിൽ ഭാഗമായി. ഇന്ത്യക്കാർക്ക് വിവാഹ പരിപാടികൾ നടത്താനും സമ്മേളനങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവ നടത്താനും ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുണ്ട്. അതിമനോഹരമായ ബീച്ചുകൾ, മലനിരകൾ, മണൽ തീരങ്ങൾ, മരുപ്പച്ചകൾ തുടങ്ങി അനന്തമായ കാഴ്ചകളാണ് ഒമാനിലുള്ളത് എന്നിരിക്കെ പുതിയ പദ്ധതി വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരമാണ്. സാഹസിക വിനോദസഞ്ചാരത്തിന് ലോകോത്തര നിലവാരമുള്ള ഡെസ്റ്റിനേഷനുകളും ഒമാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒമാനിലെ കടൽ തീരങ്ങൾ സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ്, സർഫിംഗ് പോലുള്ളവ മുന്നോട്ട് വയ്ക്കുന്നു. മരുഭൂമി ക്യാമ്പിങ്ങുകളും വ്യത്യസ്തമായ അനുഭവമായിരിക്കും. സ്റ്റാൻഡ് ബോർഡിംഗ്, ഡ്യൂൺ ബാഷിംഗ്, ക്വാഡ് ബൈക്കിംഗ്, ക്യാമൽ സഫാരി തുടങ്ങിയവയ്ക്കുള്ള അവസരമാണ് ഒമാനിലെ മണൽ പരപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നത്. പുരാതന ആധുനിക കൊട്ടാരങ്ങളും കോട്ടകളും വിനോദത്തിനപ്പുറം വാസ്തുകലകളിലെ വൈദഗ്ധ്യം വിളിച്ചോതുന്നവയാണ്. അൽ ആലം പാലസ്, ജബ്രീൻ കോട്ട തുടങ്ങിയവയാണ് ഒമാനിലെ പ്രധാന കൊട്ടാരങ്ങൾ. കപ്പൽ യാത്രകൾ, ട്രെക്കിംഗ്, ഹൈക്കിംഗ്, മൗണ്ടൻ ബൈക്കിംഗ് തുടങ്ങിയവ സാഹസികതയുടെ അനന്ത സാധ്യതകളാണ് തുറക്കുന്നത്. പദ്ധതിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹസാൻ ഖാസിം മുഹമ്മദ് അൽ ബുസൈദിയും കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടയിൽ ഒമാനിൽ നിന്നും വന്ന മറ്റൊരു വാർത്തയാണ് സ്വദേശീവൽക്കരണം. ഒമാനിൽ സ്വദേശീവൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 40ഓളം തസ്തികകളിൽ ഇതോടെ സ്വദേശീവൽക്കരണം പ്രാബല്യത്തിൽ വരും. മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ തീരുമാനം തിരിച്ചടിയാകും. അടുത്ത വർഷം ജനുവരി 1 മുതലും 2026 ജനുവരി 1 മുതലും 2027 ജനുവരി 1 മുതലും സ്വദേശീവൽക്കരണം നടപ്പിലാകുന്ന നിലയിലാണ് തസ്തികകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് കൂടുതൽ മേഖലകളിൽ സ്വദേശികൾക്ക് അവസരം ലഭ്യമാക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭരണകൂടം ഈ തീരുമാനം നടപ്പാക്കുന്നത്. ഒമാനി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന തൊഴിലുകളുടെ പട്ടിക വിപുലീകരിച്ച് മന്ത്രിതല പ്രമേയം നമ്പർ 235/2022 അപ്ഡേറ്റ് ചെയ്തുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ നിർണായക മേഖലകൾ പുതുക്കിയ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാന കാര്യം. എഞ്ചിനീയർ, ഗുണനിലവാര നിയന്ത്രണം, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ പ്രധാന തസ്തികകൾ ഇതിലുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ഉപജീവനത്തിനായി ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാവുന്ന തീരുമാനമാണ് ഇതെന്ന് ഉറപ്പാണ്. അടുത്ത 3.5 വർഷങ്ങൾക്കുള്ളിൽ പ്രധാന മേഖലകളിൽ എല്ലാം സ്വദേശീവൽക്കരണം എന്ന ലക്ഷ്യം നടപ്പാക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത്. മലയാളികൾ ധാരാളം ഒമാനിലേക്ക് ജോലി തേടി പോകുന്നുണ്ട്. എന്നാൽ പുതിയ തീരുമാനം ഈ മേഖലകളിൽ ജോലി നോക്കുന്ന മലയാളികളെ സംബന്ധിച്ച് വലിയ നിരാശ സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്.